വിശുദ്ധ രാജാക്കന്മാരുടെ ജ്ഞാനായ കത്തോലിക്ക ഫെറോന പള്ളിയിലെ രാക്കുളി തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 1 മുതൽ 7 വരെയാണ് ആഘോഷമായ തിരുനാൾ ദിനങ്ങൾ. ജനുവരി 1-ന് വികാരി ഫാദർ തോമസ് പ്രാലേൽ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും. വിശുദ്ധ രാജാക്കന്മാരുടെ ജ്ഞാനായ കത്തോലിക്ക ഫെറോന പള്ളിയിലെ രാക്കുളി തിരുനാൾ ജനുവരി 1 മുതൽ 7 വരെ നടക്കും. ജനുവരി 1-ന് വൈകിട്ട് 5-ന് വികാരി ഫാദർ തോമസ് പ്രാലേൽ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും. ജനുവരി 5 വരെ ദിവസവും വൈകുന്നേരം ലതീനും കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ തോമസ് പ്രാലേൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ തണ്ടയിൽ, കൈക്കാരന്മാരായ സാജു വൈപ്പേൽ, സണ്ണി ചേന്നാട്ട്, സണ്ണി കിഴക്കനടിയിൽ, തിരുനാൾ കൺവീനർ ജിജോ ചെമ്മനാട്ട്, ജോയിന്റ് കൺവീനർ ജോൺ കോറപ്പള്ളിൽ, തിരുനാൾ പ്രസിഡന്റ് കിഴക്കനടിയിൽ ജോൺ ജോസഫ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ജനുവരി 1 വൈകുന്നേരം തിരുനാളിന്റെ മുന്നോടിയായിട്ടുള്ള കൊടിയേറ്റ കർമ്മത്തോടുകൂടി ഈ തിരുനാളിന്റെ മറ്റ് തിരുക്കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തുടർന്ന് ജനുവരി 2 വെള്ളിയാഴ്ച വൈകുന്നേരം ഈ ഇടവക സമൂഹത്തിന്റെ ഓരോ കുടുംബങ്ങളിൽ നിന്നും മൺമറിഞ്ഞു പോയ കാരണവന്മാരെയും പൂർവികരെയും കുടുംബാംഗങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് അവർ ഈ ദേവാലയത്തിനും ഇടവക സമൂഹത്തിനും ചെയ്ത നന്മകളെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ മാധ്യസ്ഥം തേടുവാനും ഈ ദിവസം മാറ്റിവെച്ചിരിക്കുകയാണ്. തുടർന്ന് 2026 ജനുവരി 3 ശനിയാഴ്ച മലങ്കര കത്തോലിക്കര് ഈ ഇടവക സമൂഹവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടും അന്നേ ദിവസം മലങ്കര റീത്തിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം രാവിലെ തന്നെ ഇവിടെ നടത്തപ്പെടുന്നു. 2026 ജനുവരി 4 ഞായറാഴ്ച രാവിലെ ആദ്യത്തെ കുർബാന ഇവിടെ നടത്തപ്പെടുന്നു. തുടർന്ന് 9:30 മണിക്ക് അഭിമന്യ പണ്ടാരശ്ശേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്തിലുള്ള കുർബാനയില് ദമ്പതി സംഗമവും ഈ ഇടവകയുടെ തിരുനാളുകളോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്നു. മനുഷ്യാവതാരത്തിന്റെ 2025 മഹാ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് 2024-നും 2025-നും 2026-നും വിവാഹ ജീവിതത്തിന്റെ സുവർണ ജൂബിലികൾ ആഘോഷിക്കുന്ന ദമ്പതികളെ ആദരിക്കുകയും അവരെ ദൈവസമക്ഷം സമർപ്പിക്കുകയും ചെയ്യുകയാണ്. 2026 ജനുവരി 5 തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് വൈകുന്നേരം വിശുദ്ധ ജോൺ മാന്താനയുടെ കുരിശുപള്ളിയിലുള്ള ലതീന്യ പ്രാർത്ഥനയോടുകൂടി പ്രദക്ഷിണത്തിന് ആരംഭം കുറിക്കുന്നു. സമാപന ആശീർവാദം വൈകിട്ട് 9:15 തിരുനാളിന്റെ തിരുക്രമങ്ങൾ അന്നത്തെ ദിവസത്തെ അവസാനിക്കുകയാണ്. 2026 ജനുവരി 6 ചൊവ്വാഴ്ച രാവിലെ 6 മണിക്കുള്ള കുർബാനയും തുടർന്ന് 9:30 മണിക്ക് ആഘോഷമായി തിരുനാൾ റാസ കുർബാനയോടുകൂടി ആരംഭിക്കുന്നു. റാസ കുർബാനയുടെ അവസാന ഭാഗത്തുള്ള പ്രദക്ഷിണത്തോടുകൂടി ഉച്ചയോടുകൂടി ഈ തിരുനാളിന്റെ തിരുക്രമങ്ങൾ അവസാനിക്കുകയും വൈകുന്നേരം എല്ലാവർക്കും ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനുമായി മെഗാ ഷോയും നമ്മുടെ പള്ളിയുടെ ഗ്രൗണ്ടിൽ നടത്തപ്പെടുകയാണ്. ജനുവരി 7 ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടത്തപ്പെടുന്ന ഈ ഇടവക സമൂഹത്തിൽ നിന്ന് പ്രവാസികളായി ജീവിക്കുന്നവരുടെ സംഗമവും ഈ തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു. അതോടുകൂടി ഈ തിരുനാളിന്റെ എല്ലാ തിരുക്രമങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ പെരുന്നാൾ നടത്താൻ വേണ്ടി. 2009 പെരുന്നാൾ ഏറ്റതാണെങ്കിലും ഇപ്പോഴാണ് ചാൻസ് കിട്ടിയത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇത് പൂർവാധികം ഭംഗിയായി നടക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുന്നു. പിറവത്തെ ഒരു ദേശീയ ഉത്സവമാണ് പിറവത്തെ പള്ളികളിലെ തിരുനാൾ. ആ പെരുന്നാളിന് എല്ലാവരും നാനാജാതി മതസ്ഥരായ ആൾക്കാരെല്ലാവരും ആ തിരുനാൾ കൂടുവാൻ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഈ 5-6 ദിവസങ്ങളിൽ പിറവത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് വർഷങ്ങളായിട്ട് കാണുവാൻ സാധിക്കും. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.